വെൽക്കം ടു ഫുഡ് ടാഗ്. വളരെ എളുപ്പത്തിലും എന്നാൽ നല്ല സ്വാദോടു കൂടിയുള്ളൊരു നാടൻ ചെറുപയർ മെഴുക്കുവരട്ടിയാണ് ഇന്ന് കാണാൻ പോണത്. കഞ്ഞിക്കും ചോറിനൊക്കെ നല്ല കോമ്പിനേഷനാട്ടോ ഈ മെഴുക്കുവരട്ടി. അധികം എരിവൊന്നും ഇല്ലാത്ത കാരണം കുട്ടികൾക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് 1 കപ്പ് ചെറുപയറാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊരു 4-5 പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകിയ ശേഷം ഇതാ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 3 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിന് ശേഷം ഒരു 3-4 വിസിൽ വരെ വേവിച്ചെടുക്കണം. അപ്പോൾ ഈ വിസിലിൻ്റെ കാര്യം കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചെറുപയറിൻ്റെയും അതുപോലെ വെള്ളത്തിൻ്റെയൊക്കെ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേവ് വേണ്ടത് അതിനനുസരിച്ച് വേവിച്ചെടുത്തോളൂ. ഞങ്ങൾക്കിവിടെ ചെറുതായിട്ട് കുഴഞ്ഞ പരുവാണ് ഇഷ്ടം. അതിനനുസരിച്ചാണ് ഞാൻ വേവിച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ ചെറുപയർ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നന്നായി പൊട്ടി വന്ന ഉടനെ ഒരു വലിയ സവാള ചെറുതായിട്ട് പൊടിയായിട്ട് മുറിച്ചതിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളി എടുക്കാം കേട്ടോ, അതാണ് കൂടുതൽ സ്വാദ്. പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ ചതച്ച മുളകുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊട്ടിച്ച് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്രഷ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇടയ്ക്ക് ഞാൻ പൊട്ടിച്ചിട്ടും ഇടാറുണ്ട് കേട്ടോ. രണ്ടും ഒരുപോലെ ടേസ്റ്റി തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വീണ്ടും ഇതൊന്നും കൂടെ സോട്ട് ചെയ്തെടുക്കുക. എൻ്റെ ഈ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പുതിയ ചാനലാണ്. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് റെസിപ്പീസ് വേണ്ടതെന്ന് അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കുക. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഞാൻ സാധാരണ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുക്കാറ് ചെറുപയർ. ഇന്ന് വിട്ടുപോയി. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ചെറുപയറിൻ്റെ ഒപ്പം ഉപ്പിട്ട് വേവിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വേണം രണ്ടാമത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും സവാളയും അതുപോലെ മുളകൊക്കെ പിടിക്കണ പോലെ കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ നിർത്തണ സമയത്ത് കുറച്ച് കുഴഞ്ഞ പോലെയൊക്കെ തോന്നുമെങ്കിലും നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ണാറാവുമ്പോഴേക്കും കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആവട്ടോ. ഒരുപാട് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും വല്ലാണ്ട് ഇറുകി പോവും, കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് നിർത്തണമാണ് എനിക്ക് നന്നായി തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല പുലുപുലാന്ന് വേണമെങ്കിൽ അതിനനുസരിച്ച് വിസിൽ കുറച്ചോളൂ. നമുക്ക് സമയക്കുറവും അതുപോലെ പ്ലാൻ ചെയ്യാതെയൊക്കെ ഉള്ള ദിവസങ്ങൾ ഉണ്ടാക്കാൻ പറ്റണം. നല്ല അടിപൊളി മെഴുക്കുവരട്ടിയാണ്. നല്ല സ്വാദല്ലേ ഇത് കഴിക്കാനായിട്ട്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രധാനമായിട്ട് കമൻറ്റ് ഇടണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.